കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ഡോക്ടർ ബി വേലിക്കുട്ടി അരയൻ സാമൂഹിക പരിഷ്കർത്താവ്, പത്രാധിപർ, കവി, ബഹുഭാഷാ പണ്ഡിതൻ, നിരൂപകൻ, തൊഴിലാളി സംഘാടകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, വിശ്വഗ്രൻ എന്നീ നിലകളിലെല്ലാം മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു ഡോക്ടർ ബി വേലിക്കുട്ടി അരയൻ. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്കടുത്ത് ചെറിയഴീക്കൽ എന്ന പിന്നോക്ക കടലോര ഗ്രാമത്തിൽ പണ്ഡിതനും വിശ്വഗ്രനുമായ ആലപ്പാട്ട് വേലായുധൻ വൈദ്യൻ്റെയും പനമൂട്ടിൽ വെളുത്തകുഞ്ഞമ്മയുടെയും മകനായി 1894 മാർച്ച് 11 വേലിക്കുട്ടി അരയൻ്റെ ജനനം. വേലിക്കുട്ടി അരയൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അമ്മ മരിച്ചുപോയതിനാൽ മാതുലനായ പനമൂട്ടിൽ അയ്യൻ അരയൻ്റെ സംരക്ഷണയിലായിരുന്നു വളർന്നത്. 5-ാമത്തെ വയസ്സിൽ ഓച്ചിറയ്ക്കടുത്ത് പ്രയാറിലുള്ള ഒരു നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് വിദ്യാഭ്യാസം തുടങ്ങി. തുടർന്ന് സംസ്കൃതം, ഇംഗ്ലീഷ് ഭാഷകൾ പഠിച്ചു. 12-ാമത്തെ വയസ്സിൽ ചാവർക്കോട്ട് ശങ്കരവൈദ്യരിൽ നിന്നും ആയുർവേദം അഭ്യസിച്ചു. പരവൂർ കേശവനാശാന്റെ ശിഷ്യത്വം സ്വീകരിച്ച് സംസ്കൃതത്തിൽ ഉപരിപഠനം നടത്തി. 18-ാമത്തെ വയസ്സിൽ മദ്രാസിൽ പോയി അലോപ്പതി ചികിത്സയും 24-ാമത്തെ വയസ്സിൽ കൊൽക്കത്തയിൽ നിന്ന് ഹോമിയോപ്പതി ചികിത്സയും പഠിച്ച് ബിരുദങ്ങൾ നേടി. തുടർന്ന് മദ്രാസിൽ താമസിച്ച് ഫെഡറിക് നിക്കോൾസൺ എന്ന സായിപ്പിൽ നിന്നും നിയമവും മത്സ്യബന്ധന സംബന്ധിച്ചുള്ള ശാസ്ത്രീയ അറിവുകളും സ്വായത്തമാക്കി. CV കുഞ്ഞിരാമൻ്റെ മയ്യനാട്ടെ വീട്ടിൽ താമസിച്ചാണ് വേലിക്കുട്ടി അരയൻ തൻ്റെ കൗമാരകാലത്തെ വിദ്യാഭ്യാസം നടത്തിയത്. C കേശവൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു അദ്ദേഹം. 1908 വേലിക്കുട്ടി അരയൻ തൻ്റെ 14-ാമത്തെ വയസ്സിൽ ചെറിയഴീക്കലിൽ വിജ്ഞാന സന്തായിനി എന്നൊരു വായനശാല സ്ഥാപിച്ചു. 1918 വരെ അതിൻ്റെ സെക്രട്ടറിയായിരുന്നു. 1916 അരയൻ പരിപാലന യോഗം എന്ന പേരിൽ ചെറിയഴീക്കൽ കേന്ദ്രമാക്കി സംഘടന രൂപീകരിച്ച് ആ സംഘടനയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1918 കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ സഞ്ചരിച്ച് അരയ, ബാല, മുക്കുവ, നുളയ വിഭാഗത്തിൽപ്പെട്ടവരെ സംഘടിപ്പിച്ചു. ഇവർക്കായി 1919 സമസ്ത കേരളീയ അരയ മഹാജന യോഗം എന്നൊരു സംഘടന രൂപീകരിച്ചു. 1919 മുതൽ 59 വരെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. യോഗത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യൻ സുഗതാനന്ദഗിരിയായിരുന്നു. തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭയുടെ രൂപീകരണത്തിലും അരയൻ മുൻപന്തിയിലുണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിലും അദ്ദേഹം പങ്കെടുത്തു. SNDP യോഗം സംഘടിപ്പിച്ച തിരുവിതാംകൂർ അവർണ ഹിന്ദു മഹാസഭയുടെ ജനറൽ സെക്രട്ടറിയായി ധാരാകാലം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. 1930 അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം രൂപീകരിച്ചു. സംഘത്തിൻ്റെ ലീഡിംഗ് ഡയറക്ടർ, വൈസ് പ്രസിഡന്റ്, ആക്ടിംഗ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ അരയൻ വഹിച്ചു. 1935 ചെറിയഴീക്കലിൽ ഒരു മിഡിൽ സ്കൂൾ സ്ഥാപിച്ചു. സർക്കാരിന് കൈമാറും വരെ സ്കൂളിൻ്റെ സെക്രട്ടറിയായിരുന്നു വേലിക്കുട്ടി അരയൻ. 1919 മുതൽ 1948 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അരയൻ. 1948 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളി 1-ാം നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുകയുണ്ടായി. 1917 അരയൻ എന്ന പേരിൽ ഒരു മാസിക പ്രസിദ്ധീകരിച്ചു. 1919 ഒരു അച്ചടിശാലയും തുടങ്ങി. അരയൻ വാരികയായി ഇറക്കി. അരയ സ്ത്രീജന മാസിക എന്ന പേരിൽ 1922 ഒരു വനിതാ മാസികയും വേലിക്കുട്ടി അരയൻ തുടങ്ങുകയുണ്ടായി. മിതവാദി പത്രാധിപർ ശ്രീകൃഷ്ണൻ, സഹോദരൻ പത്രാധിപർ K. അയ്യപ്പൻ എന്നിവർക്കൊപ്പം വേലിക്കുട്ടി അരയൻ അനാചാരങ്ങൾക്കെതിരെ പൊരുതുന്ന പത്രപ്രവർത്തകനെന്ന ഖ്യാതി നേടിയെടുത്തു. തിരുവനന്തപുരം ലോ കോളേജിൽ 1919 പോലീസ് നടത്തിയ വിദ്യാർത്ഥി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പത്രത്തിൽ മുഖപ്രസംഗം എഴുതിയതിൻ്റെ പേരിൽ നിയമസഭാ സാമാജികരുടെ ലിസ്റ്റിൽ നിന്ന് വേലിക്കുട്ടി അരയനെ നീക്കം ചെയ്തു. പത്രവും നിരോധിച്ചു. സാമൂഹ്യ സമത്വത്തിനും ക്ഷേത്രപ്രവേശത്തിനും വേണ്ടി അരയൻ ശക്തിയുക്തം വാദിച്ചു. കേരള കൗമുദി, ദേശാഭിമാനി, ദേശമിത്രം വാരികകളുടെ സഹപത്രാധിപരായും ധർമ്മപോഷിണി, രാജാഭിമാനി, തീരദേശം, ഫിഷറീസ് മാഗസിൻ, കലാകേരളം, കയർ, സമാധാനം, ഫിലിം ഫാൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായും സേവനമനുഷ്ഠിച്ചു. 1968 മെയ് 31 ഡോക്ടർ വേലിക്കുട്ടി അരയൻ്റെ മരണം. ആദ്യ ഭാര്യയായ ശാരദയുടെ മരണശേഷം ഡോക്ടർ വേലിക്കുട്ടി അരയൻ 2 വിവാഹങ്ങൾ കൂടി കഴിച്ചു. അന്ത്യകാലത്ത് അരയൻ ഇടതുപക്ഷ പ്രവർത്തനത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.